അതെ, വർഷങ്ങളായി സ്നേഹിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളിങ്ങനെ വേസ്റ്റ് എറിയുന്ന പോലെ എറിഞ്ഞിട്ട് പോയാൽ നമ്മൾ എന്നായും? നമ്മൾ എന്താ പറയുന്നത്, നീ എൻ്റെ ജീവന, നിന്നെ സ്നേഹിച്ച പോലെ ഈ ലോകത്ത് ആരെയും സ്നേഹിച്ചില്ല, അത്രയ്ക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞ് നമ്മളെ എന്താ പറഞ്ഞ ഇങ്ങനെ കൈവിരലിങ്ങനെ കൊണ്ടു നടക്കത്തില്ലേ, അതുപോലെ കൊണ്ടു നടന്ന ആള് പെട്ടെന്ന് ആളുടെ ക്യാരക്ടർ മാറാം, നമ്മൾ അവോയ്ഡ് ചെയ്യുക, ഒരേ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ വ്യക്തി പറയുന്ന റീസൺ ചുമ്മാ ഇല്ലാത്ത റീസൺ, ചിലപ്പോൾ ഒരു വീഡിയോയുടെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതിൻ്റെങ്കിലും പേരിലായിരിക്കാം, അങ്ങനെ ഇല്ലാത്തൊരു റീസണും കൊണ്ട് വരുവാണ്. എന്താ പറഞ്ഞ് നമ്മൾ ഇട്ടെറിഞ്ഞ് പോവാൻ വേണ്ടിയിട്ടുള്ള റീസണില്ലേ, അതും കൊണ്ട് വരുവാണ്. അപ്പം എന്ത് പറഞ്ഞാലും ആ വ്യക്തി ഓപ്പോസിറ്റായിട്ടാണ് ചിന്തിക്കുന്നത്. പിന്നെ പറയുന്ന ഒന്നേ ഉള്ളൂ, നീ നിൻ്റെ പറയുന്ന ഒരു വാക്കുള്ളൂ, നമ്മളെ ഇട്ടെറിഞ്ഞിച്ച് പോവാൻ എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ, അതിന് പറയുന്നൊരു റീസണാണ് നീ നിൻ്റെ ഒറ്റക്കാലിൽ നിന്ന് ജീവിക്കുക. അതാണ് എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഞാനില്ലെങ്കിൽ നീ നിൻ്റെ ഒറ്റക്കാലിൽ സ്വന്തമായിട്ട് നീ ജീവിക്കാൻ പഠിക്കത്തുള്ളൂ, അപ്പോൾ നീ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കുക. ഇതൊരു റീസണാണോ? എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവാണ്, ഇതൊക്കെ ഒരു റീസണാ? ചുമ്മാ നമ്മൾ ചില സമയം ഇങ്ങനെ തകർന്നു പോകും. നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് നമുക്ക് പല തിരിച്ചടിയും കിട്ടുവാണെങ്കിൽ നമ്മൾ അകന്നു പോകും. പക്ഷേ എന്താ പറയുന്നത്, ഈ ജീവന് തുല്യം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെയൊക്കെ നമുക്ക് അനുഭവം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയത്തില്ല എന്താ ചെയ്യാന്ന്. പിന്നെ അന്ധവിശ്വാസത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, എനിക്കതിനെ അറിയത്തില്ല. നമ്മളിങ്ങനെ ആരെങ്കിലുമായിട്ട് ഇങ്ങനെ സ്നേഹിക്കുന്നവർ തമ്മിലിങ്ങനെ പിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന പോലെ എവിടെയെങ്കിലും പോയിട്ട് ഇന്ന പോലെ പൂജ വെക്കുക, അങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യമായിട്ട് റിയലായിട്ടുള്ള സംഭവമാണോ? അല്ല, ഞാൻ ഇങ്ങനെ എന്നോടിങ്ങനെ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, ഇന്നപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാലും ഒന്ന് വിചാരിക്കണം, അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നും നമുക്കറിയില്ല. എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് തിരിച്ചു കിട്ടും, ഈ ചെയ്യുന്ന വ്യക്തിക്ക് തിരിച്ചു കിട്ടും എന്ന് നന്നായിട്ട് ആലോചിച്ചിട്ട് ചെയ്യാം. ചിലപ്പം നിങ്ങൾ എന്തെങ്കിലും ഇതാക്കുമ്പോൾ എനിക്ക് വിശ്വാസമില്ല, ബട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ രീതിയിൽ